ഹൂത്തി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ US യുദ്ധവിമാനം കടലിൽ തകർന്നു വീണതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. US യുദ്ധക്കപ്പലായ USS ഹാരി എസ് ട്രൂമാനിലുണ്ടായിരുന്ന ബോയിങ് FA-18 സൂപ്പർ ഹോർണറ്റ് വിമാനമാണ് കടലിൽ പതിച്ചത്. കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ സൈനിക ഓപ്പറേഷൻ നടത്തുന്നതിനിടെയായിരുന്നു സംഭവം. ടൗ ട്രാക്ടറിൽ യുദ്ധവിമാനം കെട്ടിവലിക്കുന്നതിനിടെയായിരുന്നു ഞെട്ടിച്ചുകൊണ്ട് ഹൂത്തി മിസൈലുകൾ എത്തിയത്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി USS ട്രൂമാൻ പെട്ടെന്ന് വെട്ടിത്തിരിയുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം കടലിലേക്ക് പതിച്ചത്. ട്രാക്ടറിലുണ്ടായിരുന്ന നാവികർ സൂപ്പർ ഹോർണറ്റിനെ കടലിൽ വീഴാതെ സുരക്ഷിതമായി നിർത്താൻ നോക്കിയെങ്കിലും ഫലം കണ്ടില്ല എന്ന് US വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്യുന്നു. US യുദ്ധക്കപ്പലുകൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയതായി പിന്നീട് ഹൂത്തികളും സ്ഥിരീകരിച്ചിരുന്നു. ഡ്രോണും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. സംഭവത്തിൽ ഒരു നാവികന് ചെറിയ പരിക്കേറ്റ് ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് US സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. അപകട വാർത്ത US നാവികസേന സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. യുദ്ധവിമാനം പൂർണ്ണമായും കടലിൽ മുങ്ങിത്താണു എന്നാണ് US വൃത്തങ്ങൾ CNN-നോട് വെളിപ്പെടുത്തിയത്. $60 മില്യൺ അഥവാ ഏകദേശം 511 കോടി രൂപ ചെലവ് വരുന്ന സൂപ്പർ ഹോർണറ്റാണ് കടലിൽ മുങ്ങിയത്. വിമാനത്തിൽ ആയുധങ്ങളോ മിസൈലുകളോ മറ്റു പ്രതിരോധ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നോ എന്ന കാര്യം വ്യക്തമല്ല. വിമാനം പുറത്തെടുക്കാനുള്ള നീക്കത്തെക്കുറിച്ചും ഇതുവരെ സൈന്യം വെളിപ്പെടുത്തിയിട്ടില്ല. ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് USS ഹാരി എസ് ട്രൂമാൻ. 1100 അടി നീളവും 100,000 ടൺ ഭാരം വഹിക്കാനുള്ള ശേഷിയുമുണ്ട് കപ്പലിന്. അത്രയും ഭീമാകാരമായ കപ്പലാണെങ്കിലും വിസ്മയിപ്പിക്കുന്ന വേഗത്തിൽ വെട്ടിത്തിരിയാനും റൂട്ട് മാറ്റാനും ഈ കപ്പലിനാകുമെന്നാണ് ഡിഫൻസ് വാർത്താ പോർട്ടലായ ദി വാർസോൺ പറയുന്നത്. മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വളഞ്ഞു പൊളഞ്ഞ് സഞ്ചരിക്കുന്ന സിക്സാക് തന്ത്രവും ഈ കപ്പലുകൾ പയറ്റാറുണ്ട്. 30 മുതൽ 40 ഡിഗ്രി വരെ വെട്ടിത്തിരിയാൻ അവർക്കാകുമെന്നും പറയപ്പെടുന്നു. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഹൂത്തികൾ ചെങ്കടൽ ഓപ്പറേഷൻ ആരംഭിച്ചതിന് പിന്നാലെയാണ് USS ട്രൂമാൻ പശ്ചിമേഷ്യയിലെത്തുന്നത്. ഹൂത്തി ഭീഷണി ചെറുക്കാനെന്ന് പറഞ്ഞായിരുന്നു ആ വിന്യാസം. 2023 ഒക്ടോബർ 7-ന് ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഹൂത്തികൾ ചെങ്കടൽ യുദ്ധം പ്രഖ്യാപിച്ചത്. ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു ഹൂത്തികളുടെ ആ നീക്കം. ഇസ്രായേൽ കപ്പലുകളെ ചെങ്കടലിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതായിരുന്നു തുടക്കം. 100 കണക്കിന് കപ്പലുകൾ ഹൂത്തികൾ ആക്രമിച്ചിരുന്നു. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ സംഘം 2 കപ്പലുകൾ കടലിൽ മുക്കുകയും 1 കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 4 കപ്പൽ നാവികരെ വധിക്കുകയും ചെയ്തു. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് പ്രധാനമായും ഹൂത്തി ആക്രമണം. സ്ഫോടക വസ്തു നിറച്ച ബോട്ടുകൾ കപ്പലുകൾക്ക് നേരെ അയച്ചും ആക്രമണം നടന്നിരുന്നു. ഹൂത്തി ഭീഷണിയെ തുടർന്ന് നിരവധി കപ്പലുകൾ ഇസ്രായേലിലേക്കുള്ള ചരക്ക് ഗതാഗതം വരെ നിർത്തിവെച്ചിരുന്നു. പിന്നീട് ആഫ്രിക്കയിലൂടെ ദീർഘദൂരം കറങ്ങിത്തിരിഞ്ഞാണ് മിക്ക കപ്പലുകളും ഇസ്രായേൽ എത്തിയിരുന്നത്. ഇതുമൂലം ശതകോടികളുടെ നഷ്ടമാണ് മേഖലയിൽ ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഒടുവിൽ ഹൂത്തികൾക്കെതിരെ അമേരിക്ക, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുമായി ചേർന്ന് സംയുക്ത നാവിക ഓപ്പറേഷൻ നടത്തിയിരുന്നു. എന്നാൽ ലക്ഷ്യം കൈവരിക്കാനാകാതെ പാതി വഴിയിൽ പരാജയം സമ്മതിച്ച് പിന്മാറുകയായിരുന്നു നാവിക സഖ്യം. ഹൂത്തി ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ പ്രധാന തുറമുഖങ്ങളെല്ലാം ഏറെക്കുറെ പ്രവർത്തനരഹിതമായ സ്ഥിതിയായിരുന്നു. നിലവിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷമാണ് ഹൂത്തികളെ ലക്ഷ്യമിട്ട് അമേരിക്ക വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്.